இப்போ கல்யாணத்துக்கு வந்து பொருத்தம் பார்க்குறாங்கல்ல, அது மாதிரி விவாகரத்து பண்ணுறணும்னு முடிவெடுத்ததுக்கு பின்னாலேயும் அவங்க ஜாதகத்தை பார்க்குறது நல்லதுன்னு நினைக்கிறீங்களா? பார்த்தா இது விவாகரத்து பண்ணலாமா, இல்லை எப்படி പൊരുത്തം? അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ജാതകം ഡൈവേഴ്സ് വരയ്ക്ക് പോകുന്ന കേസും வந்துட்டிருக்கிறேன். ഇപ്പോൾ കല്യാണം ആയി 2 പേർക്കുള്ള പ്രശ്നങ്ങൾ இருக்குதுன்னு சொல்லிட்டு என்கிட்ட வரும்போது மேக்ஸிமம் நான் 2 பேரோட ஜாதகத்தை பார்த்து ஒரு பொண்ணு வீட்டுன்னு தான் வந்திருக்குதுன்னு நினச்சிருந்தா முதல்ல அந்த புள்ளை வேற சொல்லுவார். புள்ளை சொர வச்சுட்டு அந்த கிரகங்களோட பலத்தை சொல்லி கொடுக்குவார். வெயிட் பண்ண முடிஞ்ச இந்த டேட்டில் இருந்து இந்த டேட்டில் ஆரம்பித்தது இந்த டேட்டு வரைக்கும் வெயிட் பண்ணுங்க, இது முடிச்சதுக்கப்புறம் നമുക്ക് വന്നിട്ട് முடிவு എടുக்கலாம். എന്നുവെച്ചാൽ ആ ഒരു കെട്ട നേരം ഇപ്പോൾ പോന്ന വാരത്തിലും കൂടി ഗുരുവായൂർ വെച്ചിട്ട് ഒരു റീമാരേജ്, അതായത് മുതൽ കല്യാണമായി 2 കുഴന്തകളെ പെറ്റ് அதுக்கப்புறம் ഡൈവേഴ്സ് ആണത്. ഞാൻ ഡേറ്റ് നോട്ട് பண்ணி கொடுத்து இந்த டேட்டு കഴിഞ്ഞാൽ அந்த கல்யாணம் അവർ രണ്ടാമത് சேர்ந்து വന്ന് പുഴയ്ക്കർക്ക് യോഗം ഒരുക്കുന്നത്. അപ്പോൾ പോകുന്ന വാരത്തിൽ தான் അവരെ ഫാമിലി തിരുപ്പി വന്ന് ഗുരുവായൂർ പോയി താലി കെട്ടി രണ്ടാമത് വാഴ പോகிறேன். അപ്പോൾ ആ കെട്ട നേരത്തിൽ നമുക്ക് അഡ്വൈസ് കറക്റ്റാக കൊടുക്കാമതിനാல தான் இந்த பிரச்சனை வருது. അപ്പോൾ അതുകൊണ്ട് ഡൈവേഴ്സ് ആകെ പോണതാണെങ്കിലും ജാതകം പൊരുത്തം பார்த்து കല്യാണം பண்ணது നാളേക്ക് രണ്ടാമത് ചേർന്ന് വാഴക്ക് യോഗം. മിശ്രൈഹി പുനർഭൂഭവൽ, അതായത് 7ാം ഭാവത്തിൽ പാപഗ്രഹം ശുഭഗ്രഹം വരിക, 7ാം ഭാവാധിപൻ പാപനും ശുഭനായിട്ട് ഉட்கார்ந்திருந்தாൽ ഇരുധാരദോഷം. ഈ ഇരുധാരദോഷം എന്ന് പറഞ്ഞാൽ 2 കല്യാണം பண்ணണം എന്നുള്ളതില്ല. മുതൽ കല്യാണം തടപ്പെട്ട് രണ്ടാമത് കല്യാണം നടക്കുന്നത് ഇരുധാരദോഷം. முதல் கல்யாணம் நடந்து 2 பேரும் பிரிஞ்சு ரெண்டாமது சேருന്നത് ആ ഇരുധാരദോഷം. அவங்களே சேர்ந்ததும் அது ഇരുധാരദോഷം தான். அந்த மாதிரி இப்போ எனக்கு வந்து கட்டப்படி நல்லா இருக்குது ஜாதகம். நான் வந்து நல்ல ஒரு வசதியாக இருக்கக்கூடிய ஜாதகமாக எனக்கு இருக்குது. நான் எந்த வேலையும் செய்யாமல் அப்படியே படுத்துகிட்டே இருந்தாலே அது வருமா, இல்லை அதுக்கான முயற்சி பண்ணி தான் பாதி தெய்வம் பாதின்னல்ல. അപ്പോൾ കണ്ടിപ്പാக നമ്മൾ വന്നിട്ട് ഘട്ടത്തിൽ നല്ല നേരം இருக்குதுன்னு நினச்சிட்டு കൗണ്ടമണി പറഞ്ഞ മാതിരി പടുത്തു കഴിഞ്ഞാൽ വരാതെ നമ്മൾ വേല ചെയ്താൽ അതിന് ഫലം ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല നേരം தான் இருக்கிறேன். എൻ്റെ നല്ല നേരത്തിൽ ഇപ്പോൾ പോകുന്ന സെപ്റ്റംബർ, ഇപ്പോൾ ഈ പോകുന്ന സെപ്റ്റംബറിലും കൂടി എന്നാ ചെന്നൈയിൽ அந்த அளவுக்கு பெரிய வருமானமொന്നുമില്ല, சரி ஊர் விட்டுட்டு கோயம்புத்தூரில் செட்டில் ஆகலாம்னு நினச்சிட்டு உட்கார்ந்துட்டு இருந்தது. அதுக்கப்புறம் குருவாயூர் போய் சாமியெல்லாம் கும்பிட்டு வந்த அன்னைக்கு நைட்டில் தான் சாரு திருப்பி போட்டது மெசேஜ் இது யூடியூபில். அதுதான் நல்ல நேரம் இல்லையா? ஃபஸ்ட்டில் சாரு ஃபஸ்ட்டு எடுத்த ഇത് വന്നിട്ട് പോട്ടപ്പോൾ നല്ല ഇരുന്നത്. അപ്പോൾ ഇന്ന് ചെന്നൈയിൽ ഞാൻ സുരേഷ് പണിക്കർ എന്നൊരു പേര് പുകഴ്വി വരാനുള്ള കാരണം അത് സാറോടെ ഒരു അനുഗ്രഹം തന്നെതാണ്. അപ്പോൾ അതേമാതിരി നമ്മളത് നല്ല ഓടിയിട്ട് ഇരുന്നത് പോകുന്ന സെപ്റ്റംബറിൽ കുറച്ചും കൂടി തിരുപ്പി കഷ്ടം എന്നുള്ളതല്ല, ആ ഇൻകം കമ്മി വരവ് കമ്മിയായപ്പോൾ നമുക്ക് മനസ്സിനൊരു കഷ്ടം. ശരി, എതുക്ക് ഇവളെ കഷ്ടപ്പെട്ടിട്ട് ഇங்கே இருக்கணும், கோயம்புத்தூரில் இருக்கலாம், ஒரு அங்கே வாடகை கொடுத்துட்டு இருக்கணும்னு நினச்சி தான் திருப்பி குருவாயூருக்கு போய் மாதம் குருவாயூர் போய் சாமி கும்பிட்டு வந்ததுக்கப்புறம் 2 நாள் കഴിഞ്ഞപ്പോഴേ ഫോൺ കോൾ, നൈറ്റേ ഫോൺ കോൾ വരാൻ ആരംഭിച്ചു. എന്നോട് இப்படி ഫോൺ വന്നിട്ടേ ഇരിക്കുന്നതെന്ന് നിനച്ചപ്പോൾ ഗുരുവായൂരപ്പൻ ആദ്യം നന്ദി പറഞ്ഞു. அதுக்கப்புறம் வேற ஆள் தான் சொன்னது, சாரோட யூடியூப் பார்த்து தான். അപ്പോൾ അത് அந்த സമയത്തിൽ സാർക്ക് തിരുപ്പി പോടാൻ മനസ്സ് വന്നു അല്ലേ, അതാണ് നല്ല കാലം. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരിൽ പോയി വന്നതും ഒരു ഗുണം, സാർക്ക് ആ നല്ല മനസ്സ് വരാനും. അപ്പോൾ സാറോടൊരു നല്ല മനസ്സാണ് ഇന്ന് കോയമ്പത്തൂർ, അല്ലെങ്കിൽ കോയമ്പത്തൂർ എന്നുള്ളത് ആയതുകൊണ്ട് ചെന്നൈ അതേമാതിരി ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് നല്ല നിലമയിൽ വരാനുള്ളൊരു അവസരം കിടച്ചത്. അപ്പോൾ നമ്മൾ നല്ല നേരം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കാര്യം. ഇപ്പോൾ ശുക്രദശയാണ്, ശുക്രദശയിൽ ഗുരുബുദ്ധി നടന്നിട്ടിരിക്കേ. അപ്പോൾ അതൊക്കെ നമുക്ക് വന്നിട്ട് നേരങ്ങൾ നല്ല ഇരുന്നാലും നമുക്ക് ആ സമയത്തിൽ കടവുൾ മാതിരി ആരോ വന്ന് കാപ്പാത്തിടും തരുന്നതാണ്. അല്ലാതെ നല്ല നേരമാണെന്ന് വീട്ടിലിരുന്നാൽ നമ്മൾ ആരും കാപ്പാറ്റാൻ മാട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഫലം കൂടി ഇരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മളെല്ലാവരും ആർക്കൊരാൾക്ക് മാക്സിമം ദ്രോഹം ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് കടവുളായിട്ട് നമുക്ക് കൂടെ നിന്നവരിൽ നിന്നൊരു സപ്പോർട്ട് വരും. நீங்கள் பார்த்த ஜாதகங்களில் என்ன இப்படி ஒரு ஜாதகமா அப்படின்னு நீங்கள் ஆச்சரியப்பட்ட ஜாதகம் ஏதாவது இருக்கா? ഞാൻ അത് பார்த்ததில்லை. அது மாதிரி பார்த்ததில்லை. എൻ്റെ അടുത്ത് ജാതകം വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആ ജാതകത്തിൻ്റെ അപ്പോൾ ഉള്ള കണക്ക് പോട്ട് பார்க்குறேன். എவ்வளோ വയസ്സായി, അല്ലെങ്കിൽ இப்போ என்ன ദശ നടക്കുന്നത്, என்ன புத்தி நடக்குது, അതിനോട് ഫലത്തെ ചൊല്ലി കൊടുக்குறேன். அவரோட முதல் காலத்தையும் நான் விசாரிக்க மாட்டேன், வர போனதுன்னதும் குலை இப்போ இந்த மாதிரி நடக்குது, இதுக்கு அடுத்த உங்கள் கேள்விக்கு என்ன பதில்னா பதில் கொடுக்குறேன், அவ்வளோதான்.
അല്ലാതെ എന്നാലും നല്ല ജാതകം ഏത് കെട്ട ஜாதகம் ഞാൻ வரைக்கும் பார்த்ததில்ல. നമ്മൾ ആ வேலை செய்துட்டே போயிட்டு இருக்கணும் அவ்வளோதான். இல்லை நான் கேட்குறது நீங்கள் நல்ல ஜாதகம்னு பார்த்ததில்லை. நீங்கள் பார்க்கும்போதே சில ஜாதகத்தை போகாமல் இப்படி ஒரு கட்டமைப்பு இவருக்கு இருக்கா அப்படின்னு ஒரு ஆச்சரியம் இருக்கும் இல்லையா? ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. അതെന്നെ ജാതകം പാക്കണത് എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ സാധാരണ ഒരു ഉപാസന. ഇപ്പോൾ നമ്മൾ ജാതകം എന്നുള്ളത് ജ്യോതിഷം പഠിക്കർക്ക് നിറയെ പഠിച്ചിരിക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസമായിട്ട് തന്നെ പഠിച്ചിരിക്കുന്നത്. அப்பா கிட்ட 3 குருக்களக்கம் പഠിച്ചിരുന്നിരുന്നാലും നമ്മൾ ഈ തൊഴിൽ വന്ന് ഉட்கார்ந்துட்டு இருக்கும்போது നമുക്ക് തനിയൊരു പവർ இருக்குது. അതിൽ ഞാൻ പേസുന്നതും இருக்குது, ഞാൻ അല്ലാമ എന്നോ പേസ വെക്കുന്ന ഒരു ശക്തി இருக்குது. അതിന് വാക്കുസ്ഥാനം. അപ്പോൾ അതിൽ എന്നാന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഉட்கார்ந்துட்டு അവർ കേൾവി കേൾക്കർക്ക് മുന്നാടി നമ്മൾ ഇതിലുള്ള ബദൽ ചൊല്ലി മുടിച്ചാച്ച്. അപ്പോൾ അതിൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചൊല്ലണത് ഒരളവുക്ക് എല്ലാവർക്കുമേ കറക്റ്റാக இருக்குது. അതിനാൽ അവർക്കും മാക്സിമം കേൾവികൾ ഇരിക്കാതെ ലാസ്റ്റിൽ അവർ ചൊല്ലി. ഇനിയിപ്പോൾ എന്നാ സാർക്കിட்ட കേൾക്കർക്കുള്ളത് ഉള്ളതാനെ അവിടെ മുടിച്ചത്. അപ്പോൾ നമ്മൾ ആ കട്ടത്തിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ பார்க்கണതിൽ ഇപ്പം ഇന്നത് കട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് காலசர்ப்ப யோகல ஜாதக கட்டம் தான். ராகு கேதுகளுக்குள்ளதான் இந்த கிரகங்கள் எல்லாம் இருக்கிறேன். അപ്പോൾ இந்த സമയത്തിൽ നമുക്ക് ഒരു കുഴந்தை பிறந்து കഴിഞ്ഞാൽ காலசர்ப்ப யோகம் എന്ന് പറയും. അപ്പോൾ ഈ കാലസർപ്പ യോഗത്തിലുള്ളവർക്ക് இந்த அமைப்பில் இருக்கும்போது அது என்னன்னு கேட்டு കഴിഞ്ഞാൽ സകല കലാവല്ലഭൻ അവർക്ക് தெரியாதതൊന്നുമേ இருக்காது. അവർക്ക് ചെയ്ത് பார்க்காத തൊഴിലും இருக்காது. അതേമാതിരി അവർക്ക് தெரியாத കോണ്ടാക്റ്റുകളും இருக்காது. പക്ഷെ അവർക്ക് സമ്പാദിക്ക தெரியாது. അവർ നല്ലൊരു അഡ്വൈസർ ആയിരിക്കും, എല്ലാവർക്കും നല്ല അഡ്വൈസ് കൊടുക്കുവാറ്. അപ്പോൾ അവരെ വെച്ച് பயன்படுத்த தெரியாமல் வாழ்ந்துட்டு இருக்கும். ഇത് നമുക്ക് ലാസ്റ്റിൽ ഇരിക്കണ വീട്ടുകാരത്തിയാണെങ്കിലും മക്കളാണെങ്കിലും കുറെ ചൊല്ലുന്ന ടൈമിൽ தான் അവർ വന്നിട്ട് അയ്യോ ഞാൻ സമ്പാദിച്ചിരിക്കലാമേ, എവ്വളോ தெரிஞ்சவர் இருந்தது, ഞാൻ பயன்படுத்தாமல் போனதுன்னு நினைக்கிறது. அந்த மாதிரி இப்போ என்னுடைய நண்பர் ஒருத்தர் நான் சமீபத்தில் கூட சந்தித்தேன். பெரிய கோடீஸ்வரர், 100 கோடி ரூபாய் சொத்து இருக்கு. ஆனால் நல்ல சட்டை போடுறதில்லை, நல்ல சாப்பாடு சாப்பிடல, அழுக்கு பெட்டு, இப்படி படுத்துட்டு வாழ்க்கை நடத்துகிறார். இது எப்படி அவருடைய ஜாதக ரீதியாக? அது கேமத்ருமா എന്ന് പറഞ്ഞിട്ട് ഒന്നും இருக்குது. കേമദ്രുമ, അതായത് ആ കേമദ്രുമ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് എவ்வளோ സമ്പാദ്യം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ നല്ല ബെഡിൽ പടുക്കാതെ, നല്ല റൂം എടുത്ത് പടുക്കാതെ, നല്ല സാപ്പാട് സാപ്പിടാതെ അവർ സ്വത്ത് ഇരിക്കും. 200 കോടി. പക്ഷെ ആ സ്വത്ത് ഇരുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ വാഴ്ക്കയിൽ സന്തോഷമായിരിക്കണം മാതിരി ഇരിക്കാത്തത്. അത് കേമദ്രുമ എന്ന് പറഞ്ഞൊരു യോഗം ജാതകത്തിൽ ഇരിക്കുന്നത്. അവരുടെ ജാതക ഫലം എന്താ അത്. ഇപ്പം നമ്മളെ എന്താ പറയുക, ഗജകേശ്വരി യോഗം എന്ന് പറയില്ലേ, അപ്പോൾ ആ യോഗം ഉള്ളവർ നമുക്ക് നല്ലതായിരിക്കും. ആ യോഗം ഇല്ലാത്തവർ വന്നിട്ട് കേമദ്രുമാ യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ 2ലും 12ലും ഗ്രഹമില്ലെങ്കിൽ കേമദ്രുമാ യോഗം. ആ കേമദ്രുമാ യോഗം ഉള്ളവർക്ക് ആഡംബര ഭ്രമം இருக்காது. அதுதான். இப்போ ஜோதிடம் அப்படின்னும் போது நீங்கள் கட்டத்தை பார்த்து சொல்கிறீங்க. ஜோதிடம் வந்து விஞ்ஞானபூர்வமாக நிரூபிக்கப்பட்டிருக்கு. எல்லாம் சூரியனுடைய இது, சந்திரன், எல்லாத்துடைய டிரான்சாக்ஷன், அதனுடைய தூரம், அதனுடைய இதெல்லாம் பார்த்து சொல்கிறாங்க. பட் இந்த பிரசன்னம் இருக்குல்ல சோழியை வச்சு, இது வந்து எப்படி தடால்னு உங்களுக்கு തോன்றതാ ഇല്ല ഇതും വിജ്ഞാനപൂർവ്വமாக? ഇതും തന്നെയാണ്. അതായത് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മൾ ആ ഗ്രഹങ്ങളുടെ ഫലമാണത്. ഇത് ഇന്നത്തെ ഒരു ഗ്രഹങ്ങളുടെ ഫലമാണ്. ഇന്ന് കുളന്ത പറഞ്ഞാൽ ഇത് തന്നെ ഫലം. പിന്നെ ഈ ചോളി പോട്ട് പാക്കുന്നത് എപ്പിടിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജാതകം பார்த்து ஒரு நேரம் நல்லா இருக்குது. ആ நல்லா இருக்கும்போது വന്നിട്ട് அந்த இப்போ ഒരാൾക്ക് ഉടമ്പ് സുഖമില്ലാமல் இருக்குது, അല്ലെങ്കിൽ ഒരാൾക്ക് കല്യാണം ആകാமல் இருக்குது, അല്ലെങ്കിൽ ഒരാൾക്ക് വേല கிடைக்காமல் இருக்குதுன்னு വെച്ചാൽ நேரெல்லாம் இப்போ நல்ல தசை நடக்குது, நல்ல புத்தி நடக்குது, நல்ல வேலையில் இருக்க வேண்டவர் தான் இருக்கலாம். அந்த சமயத்து നമ്മൾ വന്നിട്ട് പ്രശ്നം വെച്ച് பார்க்குறேன். ഇപ്പോൾ നേരത്തെ വന്നിട്ട് ഗോപാലപുരത്ത് എന്താ അയ്യപ്പൻ കോവിൽ കിട്ടുന്ന ഒരു പാർട്ടി വന്നത്, പയ്യനുக்கு 2 வருஷமாக உடம்புக்கு சுகம் இல்லாமல் இருக்கிற വന്ന് ജാതകം பார்த்தபோது ജാതകത്തിൽ ചന്ദ്രദേശ ശുക്രബുദ്ധി നടക്കുது. അപ്പോൾ ശുക്രബുദ്ധിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വര വേണ്ടതില്ല, നല്ല നേരം தான். അപ്പോൾ പ്രശ്നം വെച്ച് பார்த்தபோது അവിടെ ചൊവ്വ എന്നുള്ള ഗ്രഹം വന്നിട്ട് നീചസ്ഥനായിട്ട് നിൽക്കറേ. ലഗ്നാധിപൻ ചൊവ്വ നീചസ്ഥനായിട്ട് നിൽക്കറേ. അത് ഉപാസനാകാരകനോട് കൂടി നിൽക്കറേ. അപ്പോൾ அந்த അമ്മ கிட்ட கேட்டது, முருகருக்கு என்ன வேண்டுதல் வச்சிருக்குதுன்னு கேட்டு, ஆமாம் பையனுக்கு சின்ன வயசில் உடம்பு சுகம் இல்லாமல் வேலி சாத்துற. அவன் பண்ண முதல்ல அந்த வேலி சாத்திட்டுங்கோ, வேலி சாத்தினா வியாதி மாறிடும்.
അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നല്ല നേരത്തിൽ അവർക്ക് വരുന്ന ഒരു കെട്ട കാര്യം അത് എതിനാലും തെരിയർക്കാതെ പ്രശ്നം വെച്ച് பார்க்குறேன். അപ്പോൾ ആ പ്രശ്നം പ്രകാരം ചിലപ്പോൾ ശത്രുദോഷം ഇരിക്കലാം, ദൃഷ്ടിദോഷം ഇരിക്കലാം, അല്ലെങ്കിൽ ആഭിചാരം എന്ന് പറഞ്ഞ കെട്ട വഴിയിൽ എന്തെങ്കിലും ചെയ്ത ദോഷങ്ങൾ ഇരിക്കലാം, അല്ലെങ്കിൽ ഇതേമാതിരി കോവിൽ കുളങ്ങളിലേക്ക് കഷ്ടം വരുമ്പോൾ വേണ്ടുதல் വെച്ച് பண்ணாமல் இருக்கிறது இருக்கலாம். வேண்டுதல் வச்சு பண்ணாமல் இருந்தால் கூட பாதிக்குமா? கண்டிப்பாக பாதிக்கும். நம்மளுக்கு வேண்டது இப்போ நம்ம வந்துட்டு கடவுளாயிட்டு கேட்கணுதில்ல. கடவுள்கிட்ட நம்ம போயிட்டு ഞാൻ ഇന്നത് பண்ணுறேன் എനിക്ക് ഇന്നത് സാധിച്ചു തരണം சொன்னால் கடவுள் அது சாதிச்சு தந்திருந்தால் അപ്പോൾ அது தந்து കഴിഞ്ഞാൽ നമ്മൾ ആ വേണ്ടതിൽ முடிச்சிடணும். இது வேண்டுதல் நல்லபடிக்கு முடிக்கும். அதுக்கப்புறம் வேண்டுதல் நிறைவேறினதுக்கு அப்புறம் പിന്നെ ടൈമും கிடைக்காது. പിന്നെ ഏതോ കാരണത്തിനാൽ തള്ളി പോയിട്ട് இருக்கும். അവർക്ക് വന്നിട്ട് കെട്ട നേരത്തിൽ അത് ബാധിച്ചിടും. പിന്നെ അപ്പോൾ അതേമാതിരി ആ വേണ്ടതെല്ലാം முடிக்குമ്പോൾ ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ അത് എതിനാൽ നമ്മളിപ്പോൾ ஒரு டாக்டர்கிட்ட போகுது, மாத்திரை சாப்பிடுது, வியாதி மாறலன்னு நினச்சிருந்தா டாக்டர் சொல்லுவார் ஒன்று ஸ்கேனிங் செய்து பார்க்கலான்னு சொல்லுவார் இல்லையா. ആ സ്കാനിങ് ചെയ്ത് பார்க்கும்போது അതിൻ്റെ വ്യാധി എന്താണെന്ന് தெரியும். അതേമാതിരി പ്രശ്നം വെച്ച് பார்த்து കഴിഞ്ഞാൽ നല്ല നേരത്തിൽ നടക്കാത്തത് ഏതാണോ അത് നടക്കാமல் இருக்கிறதுக்கு என்ன காரணம் എന്നുള്ളത് പ്രശ്നത്തിൽ தெரியும். അപ്പോൾ ആ പ്രശ്നപ്രകാരം அந்த ദോഷത്തിനെ നിവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ശരിയാവും ചെയ്യും. இப்போ கட்டத்தில் வந்து நீங்கள் பார்த்து ஒரு இது வந்து விஞ்ஞானம் கணக்கு போட்டு சொல்கிறீங்க. இது பிரசன்னம் நீங்கள் வந்து சோழி உருட்டும் போது எப்படி எத்தனை சோழி வருதுன்னு தெரியாது. അതില്ല, അത് നമ്മൾ എപ്പോഴും ചോളി പോട്ടാലും ഇപ്പോൾ നമ്മൾ പാരിപ്പടി വയ്ക്കുമ്പോൾ ഇതിനെപ്പടി നിർത്തി വയ്ക്കുന്നില്ലയാ. ഇത് 4 ഘട്ടം രാശി കടകം, വൃശ്ചികം, മീനം, തിരുപ്പി കടകം, വൃശ്ചികം, മീനം. ഇത് മിഥുനം. இப்போ மிதுன லக்னத்தோட ஃபலத்தை சொல்கிறேன். இப்போ மிதுன லக்னத்தில் குரு 12 இருக்குது, சூரியன் 11 இருக்குது, 10 புதன் சுக்கரன் சனி ராகு இருக்குது, 2 செவ்வாய் இருக்குது, 3 சந்திரன் குளியன் இருக்குது, 4 கேது. இப்போ இப்படி இப்போ இது மிதுன லக்னம்னு പറഞ്ഞ ഒരാൾക്ക് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തൊഴിലിൽ കഷ്ടமாக இருக்குதுன்னு சொல்லுவார். 4ஆம் ഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കഷ്ടமாக இருக்குதுன்னு சொல்லுவார். വാക്കുസ്ഥാനം, അതായത് വാക്കുസ്ഥാനത്തിൽ ചൊവ്വ இருக்குது, ആ ചൊവ്വ ശത്രുവായിട്ട് നിൽക്കിற. അപ്പോൾ ലാഭകാധിപൻ ചൊവ്വ. അപ്പോൾ എന്ന് വെച്ചാൽ നല്ലത് പേസിനാലും അത് വിരോധമായിട്ട് വരുത്. ഗുരു 12 വന്നു കഴിഞ്ഞാൽ എല്ലാം കൈക്ക് എത്തും, വായിക്ക് എത്താതെ. இந்த மாதிரி இது நம்ம பிரமாணங்கள் இருக்குது. அது முதல்ல படித்து வச்சதுனால ആ கட்டத்திൻ്റെ ഫലത്തെ அப்படி சொல்லிடுவார். அதுதான். இது எத்தனை சோழி எடுத்து போடணும்? அது அப்படி இல்லதில்லை, நமக்கு கைக்கு വരുന്നത്. அதில் கைக்கு எவ்வளோ வருதோ அது வச்சு தான் இந்த கணக்கு. அது எப்படி பார்த்தாலும் 12 ராசியில் ஒரு ராசி தான் வரும். தெரிஞ்சது. இப்போ നമ്മൾ ഓരോന്ന് എണ്ണനാലും அந்த மாதிரி தான் வரும். 4 எண்ணும்போது அது வரும், மொத்தமாக வருന്ന கணக்கு. நீங்கள் ஒருத்தர் உங்ககிட்ட பலன் கேட்க வந்தால் அவங்களுடைய ஜாதகத்தை பார்ப்பீங்களா முதல்ல, இல்லை பிரச்சனை வச்சு பார்ப்பீங்க? ഞാൻ വന്നിട്ട് ജാതകത്തെ தான் முதல் பார்க்கும். சரி, ജാതകത്തെ முதல் பார்க்கണത് എതുക്കാണ്? ജാതകത്തിലിരിക്കണ നല്ല നേരത്തെയും കെട്ട നേരത്തെയും മുതൽ തെരിയണം. അപ്പോൾ നടക്കാത്ത ഒരു കാര്യം വന്നിട്ട് നടത്തി തരണം എന്ന് ജോത്സ്യർക്കിட்ட சொன்னால் அது நடத்த முடியாது. அது நம்மளிപ്പോൾ ஜோலி போட்டு பார்த்துட்டு இந்த மாதிரி தோஷம் இருக்குது, அந்த தோஷம் நிவர்த்தியானால் உங்கள் எதிர்பார்த்த കാര്യം നടക്കുന്നതെന്ന് വെച്ചാൽ നടക്കാതെ. ഇപ്പോൾ നേരത്തെ ഇതേമാതിരി തന്നെ ഒരു ഇവിടെ ചെന്നൈയിൽ ഒരു ഫ്ലാറ്റിൻ്റെത് അവർ വന്നിട്ട് ഹസ്ബൻഡ് വൈഫുക്കുള്ള ഏതോ പ്രശ്നം വന്നപ്പോൾ ഒരു ബിൽഡർക്ക് അത് എഴുതി കൊടുത്താച്ച്. അപ്പോൾ ബിൽഡറിൽ നിന്നും ബിൽഡിങ്ങും ഇല്ല പണവും ഇല്ലാமல் വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവർക്ക് രാഹുദശ നടന്നിട്ടിരിക്കുക. അപ്പോൾ രാഹുദശ എന്നുള്ളത് 5ാമത്തെ ദശ രാഹുദശ. അപ്പോൾ 5ാമത്തെ ദശ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കണതെല്ലാം നഷ്ടപ്പെടണമെന്നും இருக்குது, നമ്പി പോണിടത്തിൽ ഏമാറണമെന്നും இருக்குது. അപ്പോൾ അത് ഇനി 4 വർഷം ബാലൻസ് இருக்குது. അപ്പോൾ അവർക്കിட்ட വന്നിട്ട് എതുക്ക് തന്നെ അവർക്കിட்ட அந்த சொத்து തിരിച്ചു വാങ്ങണം, அதுக்காக ഏതെങ്കിലും പരിഹാരം இருக்குதா സാറിന് കേട്ടോ? ഒരു പരിഹാരവും ഇല്ല. നേരെ ഉച്ചിഷ്ട മഹാഗണപതി പോയിട്ട് அபிஷேகம் பண்ணி கும்பிட்டு வாங்கோ அப்படி சொன்னது. விநாயகர் காப்பாற்றினால் காப்பாற்றும், அவ்வளோதான். அதுவும் ஆகஸ்ட் வரைக்கும் டைம் கொடுத்துருக்குது. சுக்கர புத்தி முடியறக்கு ஆகஸ்ட் வரைக்கும் இருக்குது. இந்த சுக்கர புத்தியில் ஏதோ கிடைச்சது மட்டும்தான், அதெல்லாம் கிடைக்காது. அதனால் நமக்கு வந்துட்டு ஜாதகத்தில் நடக்காത്ത ഒരു കാര്യം നടത്തണം നനച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ചൊല്ലിക്കൊടുക്ക முடியாது. അപ്പോൾ എന്ന് വെച്ചാൽ ജാതകത്തിലിരിക്കുന്ന ഫലം ഒന്ന്, രാശിയിലിരിക്കുന്നത്. രാശി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രശ്നം വെച്ച് പാക്കുന്നത് നേരങ്ങൾ നല്ലായിരിക്കുമ്പോൾ എതിർപ്പാർക്കുന്ന കാര്യങ്ങൾ നടക്കാമ പോണാൽ അതിനെ റിലീഫ് ആകർക്ക് എന്നാ വഴി, അത് പകരം പ്രശ്നം தெரிஞ்சதா. பொதுவாக நம்மளுடைய வாழ்க்கையை பற்றி தெரிஞ்சுக்கிறதுக்கு ഇതായിട്ട് സംബന്ധമേ ഇല്ല, പ്രശ്നം பார்க்கக்கூடாது. അതായത് പൊതുവേ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ജോത്സ്യർ വന്ന് കേരളത്തിൽ ഇതിൻ്റെ പ്രശ്നം ജാസ്തി பார்க்கலாம் இல்லையா.
അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ താമ്പൂല പ്രശ്നം, ദേവപ്രശ്നം എന്നുള്ള പ്രശ്നം, അപ്പോൾ കോവിലൊരു പ്രശ്നം വെച്ച് പറഞ്ഞാൽ അത് തപ്പില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു താമ്പൂല പ്രശ്നം വെച്ച് അവരുടെ പൂർവികമായ കാര്യങ്ങളെല്ലാം ചൊല്ലിക്കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാമേ അതിൽ വന്നിരും. ഒരു 3 തലമുറയിലുള്ള ഡീറ്റെയിൽസ് എല്ലാമേ വന്നിരും. അവരുടെ കുലദൈവം ആര്, കുലദൈവം കൂടെ ആരെല്ലാം ഇരുന്നത്, അതെല്ലാം വന്നിരും. അത് വന്നിട്ട് ഒരു ജോത്സ്യരായിട്ട് பார்த்து சொல்லவும் மாட்டேன். மேக்ஸிமம் ഒരു 3 ജോത്സ്യർ ഇരുന്നിട്ട് பார்க்கணும். അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് വേണം. എന്ന് വെച്ചാൽ അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ തപ്പാக இருந்தால் അതിനോட ബാധിപ്പ് ജോത്സ്യർക്കും വന്നിരും. തെന്നിതാ. അപ്പോൾ അതിനാൽ ഇപ്പോൾ നമ്മൾ വന്നൊരു പരിഹാരം തന്നെ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ജോത്സ്യർക്കും അതിന് ബാധിപ്പ് இருக்குது, അത് ചെയ്യുന്നവനും அதுக்கு ബാധിപ്പ് இருக்குது. தெரிஞ்சுதா? അത് കറക്റ്റാக ഇല്ലാமல் ഇരുന്നിരുന്നാൽ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു പ്രശ്നം വെച്ച്, ഇപ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നം വെച്ച് കഴിയുമ്പോൾ, പ്രശ്നം വെക്കുമ്പോൾ പങ്കാളികൾ എല്ലാവരുമേ ചേരണം. ഈ പങ്കാളി എല്ലാവരും சேர்ந்தது அந்த பிரச்சனை வைக்கணும். ഈ പ്രശ്നം വെച്ച് முடிஞ்சதுக்கு அப்புறம் இந்த பரிகாரங்கள் வந்துட்டு டைம் இருக்குது, குறிப்பிட்ட டேட்டு, இத்தனை டேட்டுக்குள்ளே இதெல்லாமே செய்து முடிச்சிடணும். അപ്പോൾ അത് ചെയ്ത് முடிக்காமல் இருந்து കഴിഞ്ഞാல் ആ പ്രശ്നം വെച്ച குடும்பത്തിന് திருப்பி கஷ்டங்கள் வரும். அந்த மாதிரி வரும்போது தான் வந்துட்டு ஜோல்சியர் வந்து பிரச்சனை வச்சு பார்த்தது ஆகமாக பிரச்சனை ஆகிட்டு போயிடுச்சு சொல்லுவார். அதுக்கும் இதுக்கு சம்மந்தமே இல்லை. நம்மளா கொடுക്കുന്ന டீட்டெயில்ஸு அதே மாதிரி பிரதிஷ்டை பண்ணி செய்து வந்தால் பிரச்சனைகள் வராது. அது இல்லை. அது இப்போ இந்த சோழி வந்து நீங்கள் போடுறதானா? இப்போ நான் பார்க்குறேன், நான் போட்டால் கூட வரலாம். അതായത് നിങ്ങൾ പോട്ടാലും വരും, പോട്ടാൽ വരാമില്ല. അത് ഫലത്തെ சொல்ல முடியணுமே. திருமணத்தை பொறுத்த வரைக்கும் இப்போ ஜோடி பொருத்தம் பார்த்து தான் கல்யாணம் பண்ணுறாங்க. அது அவசியம் பார்த்து கல்யாணம் பண்ணுறது தான் நல்லதுன்னு நினைக்கிறீங்களா? இல்லை மனம் விருப்பப்பட்டால் இதெல்லாம் கவலைப்பட தேவையில்லை, கல்யாணம் பண்ணிக்கலாம்னு நினைக்கிறீங்களா? ഞാനൊരു ജോത്സ്യർ എന്നുള്ള നിലമേൽ നമ്മൾ എപ്പോഴുമേ വന്നിട്ട്